പത്തനംതിട്ട ജില്ലയിലെ സ്ഥിതികൾ നോക്കിയാൽ റാന്നിയിലും ആറന്മുളയിലും വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളത്തിലാണ്. രാത്രി മഴ മാറി നിന്നെങ്കിലും പലയിടങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടില്ല. കോന്നി, റാന്നി, ആറന്മുള എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. ഇന്ന് ആറന്മുളയിൽ നിന്നും ആരംഭിക്കാനിരുന്ന ശബരിമല ക്ഷേത്രത്തിലെ നിറപുത്തരിക്കുള്ള നെൽക്കതിർ ഘോഷയാത്രയും പ്രതിസന്ധിയിലാണ്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ആറന്മുള കേന്ദ്രീകരിച്ചാണ് ശ്രീരാജ് ഇപ്പോൾ അവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീരാജ്, ആറന്മുളയിൽ ഇപ്പോൾ എന്താണ് സ്ഥിതി? ഇന്നലെ ഉണ്ടായ കെടുതി സാഹചര്യം അത് ഇന്നും തുടരുകയാണോ? മഴയുടെ അവസ്ഥ എന്താണ്? ഒപ്പം തന്നെ ഈ നിറപുത്തരിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഗൗതം, നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ആറന്മുളയിലുള്ളത്. പക്ഷേ ഇതാണ് അവസ്ഥ. എല്ലായിടവും വെള്ളം കയറി കിടക്കുകയാണ്. റാന്നിയിൽ മഴ, അവിടെ നിന്നുമുള്ള മഴവെള്ളം ഒഴുകി പമ്പയാറ് വഴി എത്തുന്നത് ഈ ആറന്മുള ഭാഗത്തേക്കാണ്. ആറന്മുളയിൽ ഇത്തരത്തിൽ പമ്പാ നദി കരകവിയുകയും ഈ പ്രദേശത്തേക്ക് ആൾതാമസമുള്ള ഇടങ്ങളിലേക്ക് കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടുകളിലെല്ലാം തന്നെ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തുള്ള ഒരു 10-35ഓളം വീടുകൾ അവിടെ നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയും തൊട്ടടുത്ത സ്കൂളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിലെ ഈ ആറന്മുളയിലെ സ്ഥിതി. വിവിധ ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങളുള്ള ബാധിച്ചിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം തന്നെ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഇന്നലെയും ഇന്നുമായി എന്തായാലും പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് മലയോര മേഖലകളിൽ ശക്തമായി മഴ പെയ്യുന്നത് ഇത്തരത്തിൽ ഈ ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം കൂടുതൽ കയറാനായിട്ട് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഒരു മുന്നറിയിപ്പ് വളരെ നേരത്തെ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും വീടിനുള്ളിൽ തന്നെയായിരുന്നു ഈ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരുപാട് ആളുകളെ അവിടെ നിന്നും മാറ്റുന്ന അല്ലെങ്കിൽ മാറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുണ്ടായത്. ക്യാമ്പുകളടക്കം ഈ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിക്കുകയും ചെയ്തു. ആറന്മുള, റാന്നി, കോന്നി അടക്കമുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ക്യാമ്പുകൾ ആരംഭിച്ച ഒരു സ്ഥിതിയാണ് നിലവിൽ എന്തായാലും ഇവിടെ ഉള്ളത്. ആറന്മുളയിൽ മാത്രം ഇപ്പോൾ ഒരു 15 ക്യാമ്പ് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഇരവിപേരൂരിൽ 3, കോയിപ്പുറത്ത് 1, തൊട്ടപ്പുഴശ്ശേരിയിൽ 3, കോഴഞ്ചേരിയിൽ 2, ആറന്മുളയിൽ 3, മല്ലപ്പുഴശ്ശേരി 2, കിടങ്ങന്നൂർ 1 എന്നിങ്ങനെയാണ് ഈ ക്യാമ്പുകൾ നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ആളുകളെല്ലാം തന്നെ അങ്ങോട്ടേക്ക് ഒരു പരിധി വരെ മാറിയിട്ടുണ്ട്. ചില ആളുകൾ ഇത്തരത്തിൽ ഇവർ എത്തുമ്പോൾ വീടുകളിൽ തുടരാമെന്ന ഒരു കാര്യമാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ ഈ ജലനിരപ്പ് ഇത്തരത്തിൽ ഉയരുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ വീടുകളിൽ തുടരുന്നത് അപകടകരമായ ഒരു സാഹചര്യമാണ് എന്തായാലും ഉള്ളത്. അവിടെ റാന്നിയിൽ നിന്നും വെള്ളം കുറയുന്നതിനനുസരിച്ച് ആറന്മുളയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും റാന്നിയിലും ഇന്നലെ രാത്രിയൊക്കെ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും പുലർച്ചെയോടെ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ റാന്നിയിൽ ഇനി ഒരു വെള്ളം ഉയരാനുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും പറയാൻ സാധിക്കില്ല. വനപ്രദേശത്തൊക്കെ കനത്ത മഴ പെയ്യുന്നത് ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ആ കട, ആറന്മുളയിലെ തൊട്ടടുത്തുള്ള കടയാണ്. ആ ഭാഗത്തേക്കെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വരാൻ പറ്റുമോ? അങ്ങോട്ട് വരാൻ പറ്റുമോ? ഞങ്ങൾക്ക് നടന്നു വരാൻ പറ്റുമോ? ഈ ഭാഗത്തേക്കെല്ലാം വെള്ളം കയറിയ ഒരു സ്ഥിതിയാണുള്ളത്. അത് ഒരു ഹോട്ടലാണ്. അവിടെ അകത്തേക്ക് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ രാത്രിയൊക്കെ തന്നെ കനത്ത മഴ ഇവിടെ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലേക്കും എല്ലാം തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. വെള്ളം കൂടുവാണോ ചേച്ചി? വെള്ളം കൂടുവാണോ? വെള്ളം ഫുള്ളുണ്ട്. ഇവിടെ പൂരാ റൂമില് പണിയുണ്ട്. മൊത്തം സാധനം ഇല്ല. അകത്തെല്ലാം കേറിയല്ലേ? അകത്തെല്ലാം ഗിയർ ജാസ്തി ഉണ്ട്. മഴ ഉണ്ടായിരുന്നല്ലോ രാത്രിയിലൊക്കെ? രാത്രിയില് ജാസ്തി മര ഉണ്ട്. മര ജാസ്തി ഉണ്ട്. പാനി മൊത്തം റൂമില് വേണം. അതാണ് റൂമിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങളുടെ എല്ലാം ഹോട്ടലിൻ്റെ എല്ലാം റൂമിലെല്ലാം അകത്തെല്ലാം വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. തൊട്ടടുത്ത വീടുകളിലും സമാനമായി വീടുകൾക്കകത്തേക്ക് ഈ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം എത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങിയാൽ മാത്രമാകും ഈ ഒരു വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാവുക. അതുവരെ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കും. ആളുകളെല്ലാം തന്നെ അവിടേക്ക്
മാറ്റിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു പ്രതിസന്ധി ആറന്മുളയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ഇത്തരത്തിൽ ഈ വീടുകളുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പാടത്ത് നിന്നുൾപ്പെടെ നേരത്തെ തന്നെ ഈ റാന്നിയിലെ വെള്ളം ഉയരുന്നതിന് മുൻപ് തന്നെ ഈ ആറന്മുളയിലെ പാടങ്ങളിലെല്ലാം തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഇവിടേക്ക് എത്തിയതോടുകൂടി പാടത്ത് നിന്നും കൂടുതൽ വെള്ളം ഈ ആളുകളുള്ള ജനവാസ മേഖലയിലേക്ക് കയറാൻ തുടങ്ങിയതും വലിയ പ്രതിസന്ധി ഈ ഭാഗത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ മുൻപ് പെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ വെള്ളം സാധാരണഗതിയിൽ ഉയരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ആറന്മുള എന്നത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഗൗതം, ശരി, ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആറന്മുളയിലും പ്രതിസന്ധി ഒഴിയുന്നില്ല, ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ രൂപപ്പെട്ട വെള്ളക്കെട്ട് അത് ശമിച്ചിട്ടില്ല, ഇപ്പോഴും വെള്ളം കയറുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ റാന്നിയിൽ മഴ വിട്ടുനിൽക്കുന്നതാണ് ഏക ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷെ അതും എത്ര നേരം ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെയും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടെന്നാണ് ശ്രീരാജ് നൽകുന്ന വിശദാംശം.